ഇതൊരു ചൈനീസ് പെർഫോമൻസ് എക്സിക്യൂട്ടീവ് സെഡാനാണ്. ഇതിൻ്റെ പേര് GAC Empower. എംപവർ അല്ല, Empower. ബട്ട് ഇതിന് ശരിക്കും ഒരു സിഡാൻ ലവേഴ്സിനെ എംപവർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് വന്നിരിക്കുന്നത് 265 HP ഉള്ള പെർഫോമൻസ് എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതൊരു പ്രോപ്പർ സിഡാനുമാണ്. ആ സിഡാൻ ലവേഴ്സ് ഡോണ്ട് വറി, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് നല്ല വണ്ടികൾ വരുന്നുണ്ട്. അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് GACയുടെ M8 നമ്മൾ റീസെൻ്റ്ലി കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഈ ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും പുഷ് ചെയ്തു, എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ട് പെർഫോമൻസ് നമുക്ക് നോക്കാം. മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഈ അടുത്ത് നമ്മൾ കൊണ്ടുവന്ന GACയുടെ M8 എന്നുള്ള ലക്ഷറി വാൻ്റെ എപ്പിസോഡ് നിങ്ങളുണ്ടാവും. കണ്ടില്ലെങ്കിൽ കാണണം. അതൊരു അടിപൊളി വണ്ടിയായിരുന്നു. അതിനുശേഷമാണ് GAC എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയതും പഠിക്കുന്നതും. അങ്ങനെ മനസ്സിലാക്കിയപ്പം എൻ്റെ സർക്കിളിൽ നിന്ന് ചില ഫ്രണ്ട്സിൻ്റെ വീടുകളിലെല്ലാം തന്നെ GACയുടെ വാനും ചില കാറും SUVs ഉണ്ട്. അപ്പം ആക്ച്വലി ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ട് ആർക്കിടെക്റ്റിനെ മീറ്റ് ചെയ്തിരുന്നു, അബ്ദുള്ള കുഞ്ഞ് എന്ന് പറഞ്ഞാൽ. പുള്ളിയുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ പുള്ളി ഫാമിലിക്ക് ഉപയോഗിക്കുന്ന GACയുടെ വാനെല്ലാം ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ചൈനീസ് ബ്രാൻഡാണ് GAC. നമ്മൾ ഈ ഒരു ഓപ്പൺ മാർക്കറ്റിൽ ഒരു ഗുണം, അതായത് ഈ ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഓപ്പൺ മാർക്കറ്റിലൊരു ഗുണം, വേൾഡിലെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. നമ്മൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇന്ത്യക്ക് ഉണ്ട് ചൈനീസിനെങ്കിലും നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് ഇനി ഒരിക്കലും ചൈനനെ തള്ളി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ചൈനയെ ഒഴിവാക്കാൻ പറ്റില്ല. ഇത് മൊബൈലിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഉണ്ടായിരുന്ന റെവല്യൂഷൻ പോലെ തന്നെയാണ് ചൈന ഓട്ടോമൊബൈൽ രംഗത്തും റെവല്യൂഷനൈസ് ചെയ്ത് വരുന്നത്. നമ്മളത് കണ്ടില്ല എന്നടിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും പിന്നോക്കം നിന്ന് പോവാം. അതുകൊണ്ട് വേൾഡ് ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ ചൈന വലിയൊരു പ്ലെയറായി മാറുന്നുണ്ട്. അതിൽ വളരെ ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് GACയുടെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതിൽ കൂടുതലും SUVസും ചില വാൻസും ഉണ്ട്, സിഡാൻസും ഉണ്ട്. സിഡാനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ് എംപോ. അതിന് തന്നെ 6 വേരിയൻ്റാണ് നമ്മളിന്ന് ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. പക്ഷേ അത്യാവശ്യം പെർഫോമൻസ് AC ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബ്ലാക്കിന് പുറത്ത് നിന്ന് സംസാരിക്കുമ്പോഴതായിട്ടുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഡിസൈൻ നോക്കാം, എന്നിട്ട് ഡ്രൈവ് ചെയ്യാം. GACയുടെ Empower കണ്ടപ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ചില പെർഫോമൻസ് ജാപ്പനീസ് സിഡാൻസിനെയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ലാൻസർ ഈവോ, അത് സുബാറു ഇംപ്രസ, അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ വണ്ടിയായിരുന്നു ലാൻസറിൻ്റെ ഗാൻറ്റല്ലോ. അതല്ലാണ് എനിക്ക് പെട്ടെന്നും ഓർമ്മയിൽ വന്ന ഈ വണ്ടി കാണുമ്പോൾ. അതിൻ്റെ ഒരു മോഡേൺ രൂപം എന്ന് വേണം പറയാം. പക്ഷേ നമുക്കറിയാം പല വണ്ടികളും ജാപ്പനീസ് അവരുടെ ഫോം മാറ്റി കളഞ്ഞു. ആ ഒരു ലോങ് സിഡാൻ എന്നുള്ള മാറി അവർ കൂടി ഒരു ടോൾ ബോയ് ഡിസൈനിലേക്ക് പോയി. പക്ഷേ ഈ ഒരു ഫോം, ഈ ഡിസൈൻ ഫോം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അട്രാക്റ്റീവ്. ലോ, ലോങ്, വൈഡർ സിഡാൻസ്, ബ്രില്യൻറ്റ്. ശരിക്കും അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഫീലാണല്ലോ. എനിവേ ഈ ഒരു GAC Empowerൽ നോക്കുമ്പോൾ എംപവറിൻ്റെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. 2 സ്ട്രൈപ്പ് ആയിട്ടുള്ള DRL കാണാം. ഞാൻ വണ്ടി ഓണാക്കി വെച്ചിരിക്കുകയാണ്, AC വയ്ക്കാൻ ചൂടുണ്ട്, പക്ഷേ സ്റ്റിൽ റിഫൈൻഡ് ആണ്. നമുക്കത് വലിയ ഡിസ്റ്റർബൻസ് സൗണ്ടിലില്ല. GACയുടെ ലോഗോ ഇവിടെ കാണാം, അതിൽ റഡാർ ഫംഗ്ഷനും വരും, ഇവിടെ ക്യാമറ വന്നിട്ട്. പിന്നെ ഈ ഒരു R എന്ന് പറഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഇവിടെ കാണാം. R ലോഗോ, ഗ്രില്ലിലുള്ള വ്യത്യാസമുണ്ട്, വലിയ എയർ വെൻറ്റ് കാണാം, ഒരു ലിപ് സ്പോയിലർ ഉണ്ട്, അത് കാർബൺ ഫൈബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹുഡിലേക്ക് വരുമ്പോഴും ഒരു സ്ട്രോങ് ക്രീസസ് ഉള്ള ഹുഡാണ്. ഇതെല്ലാം തന്നെ ഷാർപ്പ് എലമെൻറ്റാണ്. പഴയ ഇവോ 5, 6 ഉണ്ടായിരുന്ന ഫീൽ എനിക്ക് കിട്ടുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സ്കേർട്ടിങ്സ് എല്ലാം തന്നെ അട്രാക്റ്റീവ് ആണ്. വീലാണ് 18 ഇഞ്ചിൻ്റെ മൾട്ടി സ്പോക്കാണ്. എഗെയിൻ അതിനും ഒരു ഗൺ മെറ്റൽ ആൻഡ് ബ്രഷ് അലുമിനിയം ഫീലാണ്. R എന്നുള്ള ലോഗോ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാർബൺ ഫൈബർ ഫിനിഷ്, താഴെ വന്നിരിക്കുന്ന സ്കേർട്ടിങ്, പിന്നെ വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്. അത് തന്നെ സ്ട്രെയിറ്റ് ആയി നിൽക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ്. ഒരു സ്ട്രോങ് ഒരു ഷോൾഡർ ലൈൻ ഉണ്ട്. റിയറിലേക്ക് വരുമ്പം അത് ശരിക്കും സ്പോർട്ട് ബാക്ക് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു എലമെൻറ്റിൽ നമുക്ക് ശരിക്കും അട്രാക്റ്റീവാണ്. കുറച്ചുകൂടി ഒരു ജാപ്പനീസ് നമ്മൾ സിവിക്കിലെല്ലാം കണ്ട എലമെൻറ്റ്സ്, ഹൈ പെർഫോമൻസ് സിവിക് ടൈപ്പ് ആറിൽ കണ്ട എലമെൻറ്റ്സ് ആയിട്ട് ഫീൽ ഉണ്ട്. അങ്ങനെയാണ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ബമ്പറും കോഡ് എക്സോസ്റ്റ് ഉണ്ട്, 2 സൈഡിൽ 2 എക്സോസ്റ്റ്. ഈ ഒരു സ്പോയിലർ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സ്പോയിലർ, അതും ഒരു അട്രാക്റ്റീവ് എല്ലാം ഇവിടെ LED കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ താഴേക്കെല്ലാം കാണുമ്പോൾ ശരിക്കും ഡിഫ്യൂസർ ഫീല് എല്ലാം തന്നെ ഭയങ്കര സ്ട്രോങ് പവർഫുൾ ക്യാരക്ടർ നൽകുന്നുണ്ട്. ഇത് നമുക്ക് ബൂട്ട് തുറന്നു കഴിഞ്ഞാലും അതുപോലെ നമ്മുടെ ഫുൾ സാധനങ്ങളുടെ ക്യാമറ ബാഗ് എല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഇത് അത്രയും ഒരു സ്പേസ് വരുന്നതിന് പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇത്രയും എല്ലാ ഫീച്ചേഴ്സും വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്, ശരിക്കും അട്രാക്റ്റീവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പഴയ ഒരു ജാപ്പനീസ് കാറിനോടുള്ള ഇഷ്ടം ഇടക്കാലത്ത് മിസ്സാകാൻ കാരണം ഒരു ഫാക്ടർ അതിൻ്റെ ഒരു ടോൾ ബോയ് ഡിസൈൻസ് ആയിരുന്നു. പക്ഷേ അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന കാറുകളുണ്ട്. ഇതേതായാലും ആ ഒരു കാറ്റഗറിയിൽ വന്നത്. അപ്പോൾ അങ്ങനെ മിസ്സായി നിൽക്കുന്ന ഒരു എലമെൻറ്റ് ശരിക്കും എംപവറിലൂടെ
കൊണ്ടുവന്നിരിക്കുക GSC. അതുകൊണ്ട് തന്നെ ലുക്ക് വലിയൊരു ഫാക്ടറുള്ളവർക്കെല്ലാം തന്നെ ഇഷ്ടമാവാനുള്ള ചാൻസ് ഈ വണ്ടിക്കുണ്ട്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ തോന്നിയുള്ള കമൻറ്റിൽ പറയാം. ഇന്റീരിയറിൽ വരുമ്പോഴും വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഓഫ്കോഴ്സ് നമുക്ക് പുതിയ കുറേ എലമെൻറ്റ്സ് കാണാം, എങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പഴയകാല ഒരു പെർഫോമൻസ് കാർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നപ്പോഴുള്ള ഓർമ്മകളാണ് വരുന്നത്. അതിൽ മെയിൻ എലമെൻറ്റ് ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാരണം എല്ലാം റേസ് ചെയ്ത് ഒരു കോക്പിറ്റ് ഫീലാണ് നൽകുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളി. പക്ഷേ ഈ റേസ് ചെയ്ത് നിൽക്കുന്ന സെൻറ്റർ കൺസോൾ എല്ലാം തന്നെ നമ്മൾ കൈയിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ ശരിക്കും ഒരു സ്പോർട്സ് കാറിൽ പണ്ടത്തെ നമ്മൾ WRCൻ്റെ കാറിൻ്റെ ഇൻറ്റീരിയറിലെല്ലാം ഇരിക്കുന്ന ചില ടോമി മാക്കിനൻ്റെ ഫോട്ടോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിരിക്കുമ്പോൾ ശരിക്കും ഇവിടെ സ്റ്റിയറിംഗ് നിൽക്കുന്നത് ശരിക്കും ഫുള്ളി എൻഗേജ് ആയിട്ടുള്ള ഇൻറ്റീരിയർ. അതാണ് നമുക്കിവിടെ M4R എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ലിറ്ററലി സ്പീക്കിംഗ് ഒരു മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പം GSCയുടെ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻഡ് നമുക്ക് സിമ്പിളായി തോന്നാത്ത വളരെ എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പെഡൽ ഷിഫ്റ്ററിൻ്റെ എല്ലാം എൻഗേജ്ഡ് ആണ്. ആയതുകൊണ്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആണ്. 2 സ്ക്രീൻ ഉണ്ട്. അതിൽ ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കൺസോളെല്ലാം ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ GSC M8 പോലെ ചെറിയൊരു ഗ്ലിച്ച് ഈ ഫോൺ കണക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തു. അന്നെങ്കിൽ കണക്റ്റേ ആയിരുന്നില്ല, പക്ഷേ കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ഡിസ്കണക്റ്റ് ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നൊരു ഫീലാണ് എനിക്കുള്ളത്. ബാക്കി ഇതിൻ്റെ ഗ്രാഫിക്സ് ആവട്ടെ, ഗ്രാഫിക്കിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് എല്ലാം ആവട്ടെ, എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ്. എല്ലാം കൊടുത്തിരിക്കുന്ന ആ ഗ്രേ കളർ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ആൽക്കൻഡാറ ലെതർ, ഇവിടെയും ഇവിടെ നമ്മൾ കൈ തട്ടുന്നിടത്തെല്ലാം ഇവിടെ വന്നിരിക്കുന്ന ശരിക്കും ലെതർ തന്നെയാണ്. 1 piece ആയിട്ട് ബാക്ക് റെസ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്, അതും തന്നെ സ്പോർട്ടി സീറ്റ്. ഈ ഒരു എലമെൻറ്റെല്ലാം കാണാൻ നിങ്ങൾക്ക്. ഇതിലും സൈഡിൽ ആൽക്കൻഡാറയും നടുവിൽ ലെതർ വന്നിരിക്കുന്നത് പെരിഫറേറ്റഡ് ആണ്. അതുതന്നെ ആ ഒരു കൂളിംഗ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സെൻറ്റർ റേസ് ചെയ്ത് നിൽക്കുന്ന സെൻറ്റർ കൺസോൾ, ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ്, ഗിയർ ലിവർ ആൻഡ് അതർ കൺട്രോൾസ്. അതും തന്നെ ഗിയർ ലിവർ സാധാരണ നമ്മൾ ഇങ്ങനത്തെ പുതിയ ഗിയർ ലിവറിലെല്ലാം തന്നെ R ന്യൂട്രൽ ഡ്രൈവ്, അത് RND ഉണ്ടാവും. ഇതിൽ ഒരു പാർക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്നാൽ ശരിക്കും പാർക്കിലാണ് നിൽക്കുന്നത്. ന്യൂട്രലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ബട്ടൺസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എയർ വെൻറ്റും നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു ഇരിക്കുന്ന പൊസിഷൻ തന്നെ ഒരു മേജർ ഫാക്ടറാണ്. വളരെ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന, എന്നാൽ സ്പോർട്ടി സ്റ്റാൻസ് ഉണ്ട്. ലോ ഒരു സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുമ്പോൾ ഫീൽ ഇസ് ഗുഡ്. അതിനുള്ള പെർഫോമൻസ് ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം. റിയർ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ബാക്ക് റെസ്റ്റ് നന്നായിട്ടുണ്ട്. റൂമുണ്ട്. പിന്നെ ഷോൾഡർ റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും ഉണ്ട്. അത്യാവശ്യം ലെങ്ത്തുള്ള വണ്ടിയുണ്ട്. അത് ശരിക്കും ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സൺറൂഫ് വരുന്നത് പാനോറമിക് ഇല്ല, സൺറൂഫ് ഉണ്ട്. എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. മറ്റൊരു അട്രാക്ഷൻ ഈ ഒരു ചൈനീസ് കാറിൽ ജാപ്പനീസ് സൗണ്ട് സിസ്റ്റം, അതും തന്നെ ഒരു 2-wheeler മാനുഫാക്ചറുടെ സൗണ്ട് സിസ്റ്റമാണ് യമഹയുടെ. യമഹ എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയുന്നത് പെട്ടെന്ന് 2-wheeler സെർച്ച് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടവരറിയാം. അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അത് ആണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു പെർഫോമൻസ് ഉള്ള സൗണ്ട് സിസ്റ്റമാണ്. ബട്ട് ഞാൻ ഒരിക്കലും ഹൈ എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ആ പ്രൊസിഷൻസ് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഇറ്റ്സ് എ ഗുഡ് വൺ, ഡീസൻറ്റ് വൺ. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഫീൽ ഇസ് വെരി ഡിഫറെൻറ്റ്. അത് നമുക്ക് സ്പോട്ടിയർ ആയിട്ടുള്ള ഫീൽ ഉണ്ട്. എന്നാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല കംഫർട്ട് ലഭിക്കും. അതിന് ഈ ഒരു സീറ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കംഫർട്ടായിട്ടുള്ള സീറ്റ് ഒന്ന് ഈ സൈഡ് ബോക്സസ് നല്ല സപ്പോർട്ടീവാണ്. പിന്നെ തൈ സപ്പോർട്ടും ഡീസൻ്റ്ലി ഉണ്ട്. കുറച്ച് കൂടെ ആവാന്നുള്ളതുകൊണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് കൂടെ ഉണ്ടാവുന്നത്. മേജറായിട്ടുള്ള ഡ്രോബാക്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ചില ഭാഗത്തുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി നമുക്ക് പക്ക പ്ലാസ്റ്റിക്കായി ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ പ്രൈസേ ഉള്ളൂ. അതൊന്നും കംപ്ലയിൻറ്റ് വരാനില്ല. കാരണം എല്ലാം തന്നെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്താണ്. ബാക്കി നമ്മൾ ടച്ചും ഫീൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. USB-Cയും USB ചാർജറുണ്ട് ഫ്രണ്ടിൽ. ബാക്കിൽ USB ചാർജർ മാത്രമേ ഉള്ളൂ. ചാർജിങ് എല്ലാം തന്നെ ഫാസ്റ്റായി നിൽക്കുന്നുണ്ട്. ആകെയുള്ള ഗ്ലിച്ച് ഈ ഫോൺ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം മാത്രമാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ കാപ്പിൾ എല്ലാം തന്നെ ശരിക്കും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇൻറ്റീരിയർ. എനിവേ പെർഫോമൻസ് നോക്കാം. നമ്മൾ ഡ്രൈവ് തുടങ്ങുകയാണ്. ഡ്രൈവ് തുടങ്ങി. ഇനി പെർഫോമൻസ് അറിയുന്നതിൻ്റെ മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വർക്കായിരിക്കും. നമ്മളിപ്പം പാർക്ക് ചെയ്തിരുന്ന നിങ്ങൾ കണ്ടല്ലോ, അത്ര നല്ലൊരു പേവ്ഡ് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നില്ല. ഇതപ്പോൾ പാർക്കിംഗ് ഒന്നും എടുത്തിട്ട് വണ്ടി റോഡിലേക്ക് എടുക്കുകയാണ്. അപ്പം മെയിൻ റോഡിലേക്ക് എത്തുന്ന ഭാഗം കുറച്ച് ഈ പറഞ്ഞ മോശം റോഡാണ്.
ഇവിടെ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസും മറ്റൊന്ന് സസ്പെൻഷനുമാണ്. ഫ്രണ്ടിൽ മക്ഫെർസൺ ഇൻഡിപെൻഡൻറ്റും റിയറിൽ മൾട്ടി ലിങ്കുമാണ്. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഏതായാലും ശരിക്കും നല്ലൊരു ഫീലുള്ളത്. കൂടുതൽ ബാക്കിയുള്ള പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഈ കംഫർട്ട് ഇൻ ദിസ് സിറ്റുവേഷൻ വാസ് ഗുഡ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ റോഡിൽ വരുമ്പോൾ കുറേ ആൻഡുലേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. സാധാരണ ഇങ്ങനത്തെ ലോ വണ്ടിയും അടി തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമുക്കിതുവരെ എവിടെയും ഒരു ബോട്ടം ബ്രഷ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് എഞ്ചിനും സ്പെസിഫിക്കേഷനും എല്ലാം നോക്കാം. ഇത് വന്നിരിക്കുന്നത് 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഗുഡ് ഫോർ 265 HP. അതുപോലെ തന്നെ 400 Nm ടോർക്ക് ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇനി നോർമലി എംപോ എന്നൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ടാണ്. 6 മോഡൽ വന്നിരിക്കുന്നത് ഓൾ വീൽ ഡ്രൈവാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് എന്തായാലും അറിയാം. നോട്ട് ദാറ്റ് ഞാൻ നോർമൽ മോഡൽ ഓടിച്ചിട്ടുണ്ടെന്നുള്ളത്, പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ആ പെർഫോമൻസ് ആയിട്ടുള്ള ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുള്ള ഫീൽ അറിയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്പീഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഞാൻ ആക്ച്വലി ഈ വണ്ടി 2ാമത്തെ ദിവസം ഉപയോഗിക്കുന്നത്. 1.5 ദിവസമായി. ഇന്ന് തിരിച്ചു കൊടുക്കും. ഇന്നലെ നമ്മൾ അത്യാവശ്യം ലോങ് ഔട്ട് ഓഫ് സിറ്റി എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഹൈവേ എല്ലാം നല്ലോണം ഉപയോഗിച്ചു. ചില സ്ട്രെച്ചുകളിൽ നമുക്ക് അറിയാവുന്ന ഏരിയയിൽ ഒന്ന് പുഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ക്യാമറ ഒന്നും ഇല്ലാത്തത്. ഒരു കാര്യം മനസ്സിലായത്, വെറുതെ ഒരു പെർഫോമൻസ് ഇടാന്ന് പറഞ്ഞിരിക്കില്ല. ശരിക്കും ഒരു പെർഫോമൻസ് ഉള്ള ഒരു സിഡാൻ തന്നെയാണ്. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഇത്രയും പവറുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഗിയർ ബോക്സ് ട്യൂണിങ് ആവട്ടെ, സസ്പെൻഷൻ ആവട്ടെ, സ്റ്റിയറിംഗ് ആവട്ടെ, എല്ലാം തന്നെ അതിന് സപ്പോർട്ടീവാണ്. പവർ നോക്കുമ്പോൾ നമുക്കിവിടെ വ്യത്യസ്ത ഡ്രൈവ് മോഡുണ്ട്. നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നല്ല ഇക്വലാണ്. അത്യാവശ്യം പെർഫോമൻസ് കംഫർട്ടിലും ലഭിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കത് സ്പോർട്ടിലാക്കാം, റേസിലാക്കാം, DIY ഡു ഇറ്റ് യുവർ സെൽഫ്, അത് ഇൻഡിവിജ്വൽ മോഡും ആക്കാം. സ്പോർട്ടിലാക്കുമ്പോൾ തന്നെ ക്യാരക്ടർ ശരിക്കും മാറി. ഒന്ന് ഗ്രൗള് മാറി, കുറച്ചുകൂടി ഒരു ബേസ് വന്നു. അതുപോലെ തന്നെ കുറച്ചൊരു ഹൈ റവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻജിൻ കുറച്ച് അപ്പറായിട്ട് നിൽക്കുന്ന. അതേപോലെ തന്നെ സ്പോർട്ടിലേക്ക് ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ സ്പോർട്ട് പെർഫോമൻസ് മാനുവലി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ മാനുവലി ചെയ്യാനുള്ള ഓപ്ഷൻ താഴേക്ക് ആക്കിയാൽ കിട്ടും. അപ്പോൾ നമ്മൾ ട്രാഫിക്കിലാണ് അൺഫോർച്യുനേറ്റ്ലി. പക്ഷേ അപ്പോൾ തന്നെ മാറുന്ന സൗണ്ട് ഉണ്ട്. അത് നമുക്കിവിടെ ബട്ടണിൽ നോർമൽ മോഡിലും കിട്ടും, കംഫർട്ടിലും കിട്ടും, എക്കോയിലില്ല. അപ്പോൾ ഒരു ഗ്രൗള് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാം. ഞാനൊന്ന് ഇത്രയും സൗണ്ട് കിട്ടുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ന്യൂട്രലിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് പുറത്തുള്ള കാണിച്ചത്. എനിവേ, ഈ ഒരു ചേഞ്ച് വലിയൊരു ഫാക്ടറാണ്. പെർഫോമൻസ് ഇടാന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഫീൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ശരിക്കും അനുഭവിച്ച് കഴിഞ്ഞാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സ്ട്രെച്ച് കിട്ടിയത്. പക്ഷേ ആ ഒരു അനുഭവത്തിലുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിൽ നമുക്ക് മെയിൻലി കിട്ടിയിരിക്കുന്ന എൻജിൻ്റെ ഒരു പവർ തന്നെയാണ്. എൻജിനും ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നല്ല പവർ നമുക്ക് കിട്ടും, നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെറുതൊന്ന് കൊടുത്തപ്പോൾ തന്നെ ചാടിപ്പോകുന്നു. ഞാനിപ്പോൾ ഏതായാലും റൈറ്റ് നോ കംഫർട്ടിൽ വെക്കുകയാണ്, ട്രാഫിക്കിലാണ്ട്. പക്ഷേ ഈ ഒരു പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് കിട്ടണം. അതിനുള്ള സ്റ്റിയറിങ്ങും സസ്പെൻഷനും വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ വെൽ ട്യൂൺഡ് ആണ്. ഇപ്പോൾ ചൈനീസിലാണെങ്കിൽ തന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പെർഫോമൻസ് കാണാം. സ്റ്റിയറിംഗ് കാണും കുറച്ച് ലൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. കുറച്ച് നമുക്ക് ഒരു ലൈറ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ് ഉള്ളത്, എങ്കിലും അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു കോൺഫിഡൻസ് കളയുന്നില്ല. അതാണ് മെയിൻ ഫാക്ടർ. കുറച്ചുകൂടിയും ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ആടായതിനെ കുറച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് ആ ഒരു പെർഫോമൻസ് കോൺഫിഡൻസ് കളയുന്ന രീതിയിലല്ല ഉള്ളത്. അത് തന്നെ ഒരു പോസിറ്റീവാണ്. പിന്നെ ഈ പുഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ, നമുക്ക് ആ സീറ്റിലേക്ക് അമർന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു എക്സോസ് നോട്ടെല്ലാം കൂടി ചേരുമ്പം അത്യാവശ്യം ഒരു പെർഫോമൻസ് കാർ ഫീലാണ്. ഓക്കെ, ഈ ട്രക്കിനുള്ളതുകൊണ്ടായിരുന്നു ഇത്രയും സ്ലോയിൽ പോയത്. ഈ അമ്പും കൂടെ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റാൻഡ് സ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഞാൻ സ്പോർട്ട് മോഡിലാക്കിയിട്ട് Zero to 100 in 5.7 seconds ആണ് ക്ലെയിംഡ്. എന്തായാലും നമുക്കൊരു 6 സെക്കൻഡിനുള്ളിൽ അത് എത്തിയിട്ടുണ്ടാവും. പിന്നെ അതാ ഈ ടേണിലെടുക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നതാണ് മറ്റൊരു കാര്യം. ഗ്യാസ് ഡാൻസിലെല്ലാം കിട്ടുന്ന ലോ സ്ട്രങ് ആയിട്ടിരിക്കുന്ന പ്ലാന്റഡ് ഫീൽ അത് ശരിക്കും ഉണ്ട്. വർക്ക് നടക്കുന്നത് സ്ലോ ആക്കണം. സോ ഈ ഒരു കാര്യങ്ങളാണ് ശരിക്കും പെർഫോമൻസ് ഇടാനിൽ നമ്മളെല്ലാവരും നോക്കി കാണാറുള്ളത്. അത് ഇതിൽ ഈസിലി ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ആൻഡ് ദാറ്റ്സ് എ ബിഗ് തിങ്. കാരണം പലപ്പോഴും സിഡാൻസിൽ ആ ഒരു സ്റ്റാൻസ് എല്ലാം കിട്ടി
ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആവുന്നതിൻ്റെ പ്രശ്നം, അത് തന്നെ സസ്പെൻഷൻ സോഫ്റ്റ് ആവുന്ന പ്രശ്നം, സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ്നെസ് പ്രശ്നം, അതൊന്നുമില്ല. എല്ലാം തന്നെ കവേർഡ് അപ്പാണ്. മേ ബി ഇവരുടെ നോർമൽ എംപവറിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു എംപോ 6 ശരിക്കും വെൽ സോർട്ടഡ് ആണ്. അത് വേണ്ട സമയത്ത് പവർ കിട്ടുന്നുണ്ട്. ക്വിക്കാണ് ഗിയർ ബോക്സ്. ഈ സമയത്ത് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യും. സ്പീഡ് പോക്ക് മാത്രമല്ല പെർഫോമൻസ്, ടേൺ എടുക്കുമ്പോൾ സോർട്ടഡ് ഒരു പെർഫോമൻസ് ഇടാൻ വേണ്ട ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ എംപോ 6 ഉണ്ട്. അതെല്ലാം ടിക്ക് ചെയ്യാവുന്ന ബോക്സുകളാണ്. അതുണ്ടായിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മൈലേജ് കുറച്ച് കുറവാണ്. പക്ഷെ അത് നമ്മൾ പുഷ് ചെയ്യുമ്പം കുറയും. അത് കുറച്ച് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ കിട്ടുമായിരിക്കും. എന്തായാലും എനിക്ക് കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല ടു ബി ഫ്രാങ്ക്. പക്ഷേ നമുക്ക് ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്ന ഇപ്പം ക്വാർട്ടർ ടാങ്ക് ആയിട്ടുണ്ട്. അത്രയുള്ള ഓട്ടോ ഓടിയിട്ടില്ല. അപ്പോൾ അത് വെച്ചുള്ള ജഡ്ജ്മെൻ്റാണ്. വേറെ എല്ലാം തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് GSC എംപോ 6 പോലൊരു വണ്ടീൻ്റെ ഒരു ഓപ്ഷൻ കിട്ടണം, അതായിരിക്കും വാങ്ങുക. അതോ സോ കോൾഡ് വലിയ ഹാച്ച് ബാക്ക് ആയിട്ടുള്ള SUV ആയിരിക്കും വാങ്ങുക. കാരണം പലതും ഈ സെഗ്മെൻറ്റിൽ വരുന്നത് പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രോപ്പർ 4 വീൽ ഡ്രൈവ് എന്നുള്ള SUV ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അതല്ല, അതിലുള്ള പ്രോപ്പർ SUV ആയിരിക്കും വാങ്ങുക. ഇതെല്ലാം കമൻറ്റിൽ പറയാം. എന്തായാലും ഈ ഒരു വണ്ടിയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.